ആലപ്പുഴയിൽ മദ്യപിച്ചെത്തിയ പ്രിസൈഡിംഗ് ഓഫീസറെ നാട്ടുകാർ ഇടപെട്ട് മാറ്റി. ചാരമംഗലം സ്കൂളിലെ പ്രിസൈഡിംഗ് ഓഫീസറാണ് മദ്യപിച്ചെത്തിയത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ശ്രീജിത്ത്? കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, പോളിംഗ് സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ ചിട്ടവട്ടങ്ങളുണ്ട്. അവർ രാവിലെ 5 മണിക്ക് മോക്ക് പോൾ നടത്തണം. അത് കഴിഞ്ഞ് പിന്നീട് വലിയ നിലയിൽ അവർ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അതിനിടയിൽ മദ്യപിക്കാനൊക്കെ എങ്ങനെ പറ്റുന്നു? മദ്യപാനശീലമുള്ള ഉദ്യോഗസ്ഥനായിരുന്നിരിക്കണം. അതാണ് അദ്ദേഹത്തിന് രാവിലെ ഈ പോളിംഗ് ജോലികൾ ആരംഭിച്ച ശേഷം മദ്യപിച്ച നിലയിൽ കണ്ടത്. ചാരമംഗലത്തെ ബൂത്തിലെ നാട്ടുകാരും പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ പെരുമാറ്റത്തിൽ അപാകത തോന്നിയ ആളുകളാണ് ഇത് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ മദ്യപിച്ചു എന്ന് വ്യക്തമായി. പ്രിസൈഡിംഗ് ഓഫീസറെ പിന്നീട് അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നടപടിയിലേക്ക് വന്നത്. എന്തായാലും ഡ്യൂട്ടി സമയത്ത്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജില്ലാ ഭരണാധികാരിയായ കളക്ടർ ഇക്കാര്യത്തിൽ വൈകാതെ നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീജിത്താണ് വിശദാംശം. ശ്രീജിത്ത്, എങ്ങനെയുണ്ട് പോളിംഗ് ആലപ്പുഴയിൽ? നികേഷ്, ആലപ്പുഴയിൽ ഇതുവരെയുള്ള 12 മണിവരെയുള്ള പോളിംഗ് 35.42%. തീരദേശ മണ്ഡലങ്ങളിലാണ് ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുന്നത്. അരൂർ, ചേർത്തല, ഒപ്പം തന്നെ അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ 37%-അപ്പുറത്തേക്ക് പോളിംഗ് കടന്നു കഴിഞ്ഞു. ആലപ്പുഴ പട്ടണത്തിലും നല്ല നിലയിലുള്ള പോളിംഗ് ഉണ്ട്. പോളിംഗ് ഒരു അല്പമെങ്കിലും മന്ദഗതിയിൽ പോകുന്നത് ഈ കായംകുളം അടക്കമുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ പോലും 35-നോടടുത്ത് പോളിംഗ് ശതമാനമുണ്ട്. എന്തായാലും ആലപ്പുഴ ഉച്ചയോടടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50% പോളിംഗിലേക്ക് എത്താനാണ് സാധ്യത. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 80.2% പോളിംഗ്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന 3ാമത്തെ പോളിംഗ് നടന്ന മണ്ഡലമായിരുന്നു ആലപ്പുഴ. ഇത്തവണയും അതേ തോതിലുള്ള ഒരു ഉയർന്ന പോളിംഗ് ആണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം ഉയർന്നതിനെ എല്ലാ മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. CPM നേതൃത്വം ഇക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം, അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ LDF ലഭിക്കുന്ന വോട്ടുകൾ 50%-മെങ്കിലും പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം എന്ന നിർദ്ദേശമാണ് എല്ലായിടത്തും പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് നീണ്ട ക്യൂവും ആളുകളെ കൂടുതലായി എത്തിക്കുന്നതിനുള്ള കാരണമെന്നാണ് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മറ്റൊരു കാര്യം, അല്പം മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടു. വോട്ടിന് ശേഷം അദ്ദേഹം നൽകുന്ന സൂചന ശോഭാ സുരേന്ദ്രൻ വനിത എന്നുള്ള നിലയിൽ കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ BDJS-മായി മകൻ തുഷാർ വെള്ളാപ്പള്ളി പോകുന്നു. അത് NDAയിലെ സഖ്യകക്ഷിയാണ്. വെള്ളാപ്പള്ളിയുടെ ഭാര്യ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് തേടുന്നുണ്ടോ? അതായത് വെള്ളാപ്പള്ളിയുടെ കുടുംബം ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക്, അതായത് മുന്നണികളുടെ സാധ്യതകളെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സവിശേഷമായ ശൈലിയിലുള്ള വിലയിരുത്തലുകളെ പറ്റിയോ അഭിപ്രായ പ്രകടനങ്ങളിലേക്കോ കടന്നിരുന്നില്ല. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 2019 ആരിഫ് തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ, അന്ന് അങ്ങനെ പ്രവചിച്ചപ്പോൾ അതിന് വിപരീതമായ ഫലമുണ്ടായി. അപ്പോൾ തനിക്ക് ബ്ലേഡാണ് പലരും തപാലിൽ ഇവിടേക്ക് അയച്ചു തന്ന്, ചെങ്ങന്നൂരിൽ നിന്ന് തനിക്ക് ബ്ലേഡ് അയച്ചു കിട്ടി. അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള പ്രവചനത്തിൽ താനില്ല. പ്രവചനം ശരിയായപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ തന്റെ പ്രവചനം തെറ്റിയപ്പോൾ തനിക്ക് ബ്ലേഡ് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അത്തരം പ്രവചനത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറയാണ്. എങ്കിൽ പോലും ആലപ്പുഴയിലും ചേർത്തലയിലുമുള്ള ചില പ്രവണതകളെ പറ്റി മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ചേർത്തലയിൽ BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കും എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം. ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ BJP നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ നേടും എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം. കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 1,87,769 വോട്ടുകളാണ് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ BJP നേടിയത്. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകൾ ശോഭ നേടും. വനിതകൾക്കിടയിൽ ശോഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പത്നി പ്രീതി നടേശൻ ഈ ശോഭാ സുരേന്ദ്രന്റെ ചില പ്രചരണ പരിപാടികളിലും കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റും പങ്കെടുത്തിരുന്നു. മൈക്രോ ഫിനാൻസ് SNDP തുടങ്ങിയപ്പോൾ മുതൽ ശോഭ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അത്തരത്തിൽ പ്രീതി നടേശനുമായി ശോഭയ്ക്കുള്ള വ്യക്തിബന്ധമാണ് ഇതിന്റെ കാരണമെന്നാണ് ഇന്നലെ പ്രീതി നടേശനുമായി സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴൊക്കെ ആർക്കൊക്കെ എതിരെ ആരെയൊക്കെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരൊക്കെ വിജയിച്ച ചരിത്രമാണുള്ളത്. KC വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, KC വേണുഗോപാൽ വിജയിച്ചു. VM സുധീരനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, VM സുധീരൻ വിജയിച്ചു. PC വിഷ്ണുനാഥിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, വിഷ്ണുനാഥ് വിജയിച്ചു. ആരിഫിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, ആരിഫ് വിജയിച്ചു. ആ അർത്ഥത്തിൽ ശരിയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവചനങ്ങളൊക്കെ അസ്ഥാനത്തായിരുന്നു. പക്ഷേ 2004-ൽ VM സുധീരനെ തോൽപ്പിക്കാൻ ആലപ്പുഴയിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ KS മനോജിനോട് 1009 വോട്ടുകൾക്കാണ് അന്ന് തോറ്റത്. പക്ഷേ അവിടെ ഒരു അപര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, VM സുധീരൻ എന്ന പേരിൽ. ആ അർത്ഥത്തിൽ ആ തോൽവി അപരനാണ് സൃഷ്ടിച്ചത് എന്നൊരു വാദം VM സുധീരനും
മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ആലപ്പുഴ തീപാറുന്ന മത്സരം തന്നെയാണ്. ഒരർത്ഥത്തിൽ ശ്രീത്തെ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കൈമോശം വന്നൊരു സീറ്റ് എന്ന നിലയ്ക്കാണ് അവരതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് VK ശ്രീകണ്ഠൻ വിജയിച്ചതുപോലെ ഒരു ഫ്ലൂക്ക് വിജയം ആണ് ആരിഫിന് ഉണ്ടായത് എന്നൊരു വിലയിരുത്തൽ ഉണ്ട്. KC വേണുഗോപാൽ മത്സരിച്ചിരുന്നെങ്കിൽ 20 സീറ്റും കിട്ടുമായിരുന്നു എന്നാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ രംഗത്തിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായിട്ടുണ്ടോ ആലപ്പുഴയിലെ മത്സരം? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ സാന്നിധ്യത്വമാണ് UDF-നും കോൺഗ്രസിനും വലിയ തോതിൽ ആത്മവിശ്വാസം വളർത്തിയത്. ഇത്തവണ KC വേണുഗോപാൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ആലപ്പുഴയിലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നുവെന്ന് ഈ മത്സരം അവസാനിക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം അത്രയ്ക്ക് വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. KC വേണുഗോപാൽ എന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയരുകയും അവർ കോൺഗ്രസിന്റെ എല്ലാ സംഘടനാ പരിമിതികളും ദൗർബല്യങ്ങളും മറികടന്നുകൊണ്ടുള്ള ഒരു അതുല്യമായ പ്രചാരണം ഇവിടെ കാഴ്ചവെച്ചു. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിലും KC വേണുഗോപാലിന്റെ കടന്നുവരവ് വലിയ തോതിലുള്ള ആവേശമാണ് പ്രവർത്തനം നൽകിയത്. അതുകൊണ്ട് തന്നെ എല്ലാ പോരായ്മകളും എല്ലാ അസ്വസ്ഥതകളും പിണക്കങ്ങളും മറ്റും ഗ്രൂപ്പ് പോരുകളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി കോൺഗ്രസിന് പ്രവർത്തിക്കാനായി. എങ്കിലും എല്ലായിടത്തും പൂർണ്ണമായും കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ പാകപ്പിഴകളില്ല എന്നല്ല. എന്നാൽ കോൺഗ്രസിന്റെ സഹജമായ ചില ദൗർബല്യങ്ങളെ മറികടക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തകർ അല്ലെങ്കിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിന്റെ ക്ഷീണത്തിലായിരുന്നു ആലപ്പുഴയിലെ കോൺഗ്രസ് UDF പ്രവർത്തകർ. അവരുടെ ആത്മവിശ്വാസം, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം പകരാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. അത്തരത്തിൽ KCയുടെ സാന്നിധ്യം പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. പൊതുസമൂഹത്തിലും KCക്കുള്ള സ്വീകാര്യത വലിയ തോതിൽ ഗുണം ചെയ്തു. എന്തായാലും KC വേണുഗോപാലിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു വലിയ മേൽക്കൈ പ്രചാരണത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അത് ഫലപ്രഖ്യാപനം വരുമ്പോൾ എങ്ങനെയിരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ശരി ശ്രീത്ത്, വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് ശ്രീത്ത് സൂചിപ്പിച്ചത്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴ. അതേപോലെ തന്നെ ആറ്റിങ്ങൽ, വടകര, ഇങ്ങനെ തൃശ്ശൂർ, ഇങ്ങനെ തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ. ഏതാണ്ട് 1 മണിയോട് അടുക്കുമ്പോൾ 34% പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിലെ വോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ചൂടുകാലത്ത് 34 അത്ര മോശപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനമല്ല.